ജോസഫ് പാംപ്ലാനി, ബിഷപ്പ് ജോസഫ് പാംപ്ലാനി, അദ്ദേഹം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ, റബ്ബറിന് 250 രൂപ തന്നു കഴിഞ്ഞാൽ BJPയെ ഞങ്ങൾ സഹായിക്കും, BJPക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞ ബിഷപ്പാണ്. ഇന്ന് അദ്ദേഹം ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പാംപ്ലാനി പിതാവിൻ്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. മതേതരത്വം എന്നത് ഈ ഭരണഘടന ഈ നാടിന് നൽകുന്ന ഏറ്റവും ശക്തമായ ഉറപ്പായിട്ട് പോലും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന എത്രയോ ആയിരം മനുഷ്യരുടെ കണ്ണുനീരിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നാം ഇന്ന് ഈ ദുഃഖവെള്ളി ആചരിക്കുന്നത്. ജബൽപൂരിലാകട്ടെ, മണിപ്പൂരിലാകട്ടെ, അതല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടഹാറിലാകട്ടെ, എത്രയോ മിഷണറിമാര് സുവിശേഷത്തെ പ്രതി ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ പീഡ അനുഭവിക്കുന്നത് നാം കാണുന്നുണ്ട്. മുനമ്പത്തിന്റെ പേരിൽ അടുത്തുകൂടിയ സംഘപരിവാറിനെ ഇപ്പോഴെങ്കിലും പാംപ്ലാനി പിതാവിന് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അതിന് ഒരുപാട് അനുഭവങ്ങൾ വേണ്ടി വന്നു. ജബൽപൂരിലും ഒറീസയിലും അടക്കം ക്രൈസ്തവർ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട് അവർക്ക് കുരിശിൻ്റെ വഴി, ദില്ലിയിൽ കുരിശിൻ്റെ വഴി യാത്ര നടത്താനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു പാംപ്ലാനി പിതാവിന് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ. സന്തോഷ് ചേരുന്നു കണ്ണൂരിൽ നിന്ന്. സന്തോഷ്, സാധാരണഗതിയിൽ വലിയ ഇഷ്ടം കാണിച്ചിട്ടുള്ള, സംഘപരിവാറിനോട് വലിയ ഇഷ്ടം കാണിച്ചിട്ടുള്ള ജോസഫ് പാംപ്ലാനി പിതാവിന് ഇപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവ് വന്നുവല്ലോ സന്തോഷ്. ഷമി, ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം ലഭിക്കാത്ത സ്ഥലമായി രാജ്യം മാറുന്നു എന്നുള്ള രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്. മതേതരത്വം എന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ്. ഈ മതേതരത്വം ഭരണഘടന ഉറപ്പ് നൽകുമ്പോൾ പോലും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് രാജ്യത്തുള്ളത് എന്നാണ് ബിഷപ്പ് പാംപ്ലാനി ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ ജബൽപൂരിലെയും മണിപ്പൂരിലെയും എല്ലാം നടക്കുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ ഈ ഒരു സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. ക്രിസ്ത്യൻ മിഷനറിമാരെ അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത വിധം ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിഷ്കളങ്കരായവർ, ക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒരു കുരിശിൻ്റെ യാത്ര നടത്താൻ പോലും കഴിയാത്ത നിരവധി നഗരങ്ങൾ ഇന്ന് രാജ്യത്തുണ്ടെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. കണ്ണൂരിൽ ഇന്ന് ഈ കുരിശിൻ്റെ വഴി യാത്രയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് അതിൽ പ്രസംഗിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് പാംപ്ലാനി. നേരത്തെ പലതവണ സംഘപരിവാർ അനുകൂല പ്രസ്താവനകൾ നടത്തിയതിൻ്റെ പേരിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വ്യക്തിയാണ് തലശ്ശേരി ബിഷപ്പ്. തലശ്ശേരി ബിഷപ്പാണ് ഇപ്പോൾ BJPയെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന കടന്നാക്രമണങ്ങളെ, സംഘപരിവാർ കടന്നാക്രമണങ്ങളെയാണ് അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. ഷമി, സന്തോഷ്, ഈ അടുത്ത സമയത്തുണ്ടാകുന്ന അതിക്രമങ്ങൾ മാത്രമല്ല, ഈ പാംപ്ലാനി പിതാവ് BJPക്ക് അനുകൂലമായ നിലപാട് നേരത്തെ സ്വീകരിക്കുന്ന സമയത്തും ക്രൈസ്തവർക്ക് നേരെ വലിയ തോതിലുള്ള അക്രമം സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് മധ്യപ്രദേശിൽ അടക്കമുണ്ടാകുന്നുണ്ട്. മതപരിവർത്തനത്തിൻ്റെ പേരിൽ കേരളത്തിൽ നിന്നുള്ള പുരോഹിതന്മാർക്കടക്കം മാസങ്ങളോളം ജയിലിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പല പത്രങ്ങളിലും ആ വാർത്തകളൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും പാംപ്ലാനി പിതാവിനൊക്കെ ഈ കാര്യങ്ങൾ അറിയാവുന്നതായിരുന്നു. എന്നിട്ടും അവിടെ ഒരു മൃദുഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് നീങ്ങിയ പിതാവിന് ഇപ്പോൾ അവസാനം നിൽക്കക്കള്ളിയില്ലാതെ ക്രൈസ്തവർ രാജ്യവ്യാപകമായി ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവരുടെ ഏറ്റവും അവകാശം, വിശ്വാസത്തിൻ്റെ അവകാശമായ കുരിശിൻ്റെ വഴി പ്രദക്ഷിണം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു തിരിച്ചറിവിൻ്റെ വാക്കുകൾ പുറത്തു വരുന്നത്. സന്തോഷ്, തീർച്ചയായും ഷമി, നേരത്തെ BJP അനുകൂല പ്രസ്താവനകൾ നടത്തിയപ്പോഴും രാജ്യത്ത് പല സ്ഥലങ്ങളിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ, മിഷണറിമാർ, അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകൾ എല്ലാം തന്നെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം തന്നെയായിരുന്നു. മാത്രമല്ല, ക്രിസ്ത്യൻ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും എല്ലാം തുടർച്ചയായി ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഈ ബിഷപ്പ് പാംപ്ലാനി ഈ റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട BJP അനുകൂല പ്രസ്താവന നടത്തിയപ്പോൾ അന്ന് തന്നെ മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ CPM നേതാക്കന്മാർ ഉൾപ്പെടെ
ഉന്നയിച്ച ഒരു ചോദ്യം ഇത് തന്നെയായിരുന്നു. ഈ കേവലമായ ഒരു റബ്ബർ വിലയുടെ പേരിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ സംഘപരിവാറിൻ്റെ പ്രവർത്തനങ്ങളെ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ നൽകാൻ കഴിയുന്നത്? രാജ്യവ്യാപകമായി നടക്കുന്ന ആക്രമണങ്ങൾ, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരെ നടക്കുന്ന ആക്രമണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അന്ന് തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ നിലവിലെ കർഷകരുടെ പ്രശ്നത്തിനാണ് പ്രാധാന്യം എന്നായിരുന്നു പാംപ്ലാനി അന്ന് ചൂണ്ടിക്കാട്ടിയ കാര്യം. ഏതായാലും നിലവിൽ ഇപ്പോൾ തുടർച്ചയായി അതിനുശേഷവും രാജ്യത്തിൻ്റെ പല ഭാഗത്തും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ ആക്രമണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നിപ്പോൾ ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച ദിനം സംസാരിക്കുമ്പോൾ വളരെ പരസ്യമായി തന്നെ സംഘപരിവാറിൻ്റെ ഈ നിലപാടുകളെ വിമർശിക്കുന്നതിലേക്ക് ബിഷപ്പ് പാംപ്ലാനി എത്തിച്ചേർന്നിരിക്കുന്നത്. ഷമി.